ബി.ജെ.പി. ഉണ്ടാക്കിയെടുക്കുന്ന മുന്നേറ്റമാണ്. പുറത്ത് വലിയൊരു പ്രചരണമൊന്നും കാണുന്നില്ല എങ്കിൽ തന്നെയും അകത്ത്, അതായത് വീടുകൾ കയറിയുള്ള ഇവരുടെ പ്രചരണം എന്തൊക്കെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടോ? ബി.ജെ.പി. ഇതിനകത്ത് പരസ്യമായി വലിയ പ്രചാരണങ്ങളില്ലെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പല മേഖലകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതൊരു ഹൈന്ദവ തീവ്രവാദ പാർട്ടിയാണ് എന്ന ഇമേജ് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കൈരളി TV ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ CPM അനുകൂലമായിട്ടുള്ള പണിയെടുക്കുന്ന ആരാ? റിപ്പോർട്ടർ ചാനല ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടോ B.J.P. എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ RSS എന്ന് പറയുന്ന ചില്ലറ സാധനമൊന്നുമല്ല. ഇലക്ഷന് ശേഷം പലയിടത്തും പക്ഷീയമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും കിട്ടാത്ത സ്ഥലത്ത് കൈ കൊടുക്കേണ്ടി വരും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ കേരളത്തിൽ ഇപ്പോൾ UDF-നകത്ത് അല്ലെങ്കിൽ LDF-നകത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണ് ചർച്ചയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ വളരെ രസകരമായ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് B.J.P. ഉണ്ടാക്കിയെടുക്കുന്ന മുന്നേറ്റമാണ്. പുറത്ത് വലിയൊരു പ്രചരണമൊന്നും കാണുന്നില്ല എങ്കിൽ തന്നെയും അകത്ത്, അതായത് വീടുകൾ കയറിയുള്ള ഇവരുടെ പ്രചരണം എന്തൊക്കെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയുമ്പോൾ കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നരായ 100% സാക്ഷരരായ മനുഷ്യരുണ്ട്, വലിയ രാഷ്ട്രീയ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങൾ ഒരൊറ്റ സാധനത്തെ, ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു വൃത്തികെട്ടവനെ ചുറ്റിയിട്ട് കേരള രാഷ്ട്രീയം ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് നമുക്ക് വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പല വിഷയങ്ങളും മറന്നു പോകുന്ന ആളുകൾ. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ B.J.P. ചെയ്യുന്നത്, കോൺഗ്രസ് നാട് കുലുക്കിയിട്ടുള്ള വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളി വേറെ വശത്ത് നടക്കുന്നുണ്ട്. രാജ്മോഹൻ താൻ മറ്റവനെ വിളിക്കുന്നു, പിന്നെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വെല്ലുവിളികൾ, പരസ്പരമുള്ള വെല്ലുവിളി ഒരു വശത്തുണ്ട്. അതിനിടയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സമയമില്ല. CPM-ന് സംഘടനാ മിഷണറിയുണ്ട്, കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനിപ്പോൾ എന്ത് ആകാശം ഇടിഞ്ഞ് വീണാലും ശരി, നാളെ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ MA ബേബിയോ അതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും കൂടെ, സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുമ്പോൾ AK സെൻറ്റർ ഒരു ബോംബ് സ്ഫോടനത്തിൽ തകർന്നിട്ട് എല്ലാ നേതാക്കന്മാരും കൂടെ ഒരുമിച്ച് തീർന്നു കൂട്ടിക്കോ. എന്നാലും ആ പ്രസ്ഥാനം പ്രവർത്തിക്കും. അതതിൻ്റെ സംവിധാനം അങ്ങനെ നിൽക്കുന്നത്. അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകത്തില്ല. ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ വരും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിയാണ്. B.J.P. ഇതിനകത്ത് പരസ്യമായി വലിയ പ്രചാരണങ്ങളില്ലെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പല മേഖലകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അവരെ ബോർഡുകളും കാര്യങ്ങളൊക്കെ അതും വെക്കുന്നുണ്ട്. പണ്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ള നാണക്കേടായിരുന്നു പോലെ തോന്നലായിരുന്നു. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി അവൻ ആളെ കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ B.J.P. ക്യാൻഡിഡേറ്റ് ആവാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് ആൾക്കാർ, വനിതകൾ, യുവാക്കളൊക്കെ വരികയാണ്. വേറൊന്ന്, അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്ത് ഞാൻ നോക്കി. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. കാരണം എന്നൊക്കെ ആരൊക്കെയോ മന്ത്രിമാരായിരുന്നു. ഗുലാം നബി ആസാദ് മന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്. ഒന്നാം മോദി സർക്കാരിൽ തന്നെ ഷനവാസ് ഹുസൈനും അതേപോലെ മുക്താർ അബ്ബാസ് നഖ്വിയും കുറച്ചു കാലം മന്ത്രിയായിരുന്നു തോന്നുന്നു. പിന്നെ അക്ബറും മന്ത്രിയായിരുന്നു. പിന്നെ പുള്ളിയുടെ സ്ത്രീ കേസിൽപ്പെട്ടു പോയി. ഇപ്പോൾ എനിക്കൊന്ന് ഇപ്പോഴത്തെ ക്യാബിനറ്റിനകത്ത് സഹമന്ത്രി സ്ഥാനത്ത് പോലും ആരും ഇല്ലാന്ന് തോന്നുന്നു. അതൊക്കെ ഒരു വലിയ ഖേദകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ജയിച്ച ഒരാളും അങ്ങനെ പറ്റുന്ന ഒരാൾ വന്നാലല്ലേ, കേപ്പബിളായിട്ടുള്ള ആൾ വന്നാലല്ലേ മന്ത്രിയാക്കാൻ പറ്റുള്ളൂ. അവർക്കിപ്പോൾ വേറെ പാർട്ടിയിലെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ E.T. മുഹമ്മദ് ബഷീറിനെ പിടിച്ചിട്ട് അവർക്ക് മന്ത്രിയാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പം അത് B.J.P.യുടെ ഭാഗമായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൊരു സാധ്യതയുള്ളൂ. PV അൻവറിനെ രാജ്യസഭയിൽ എത്തിച്ചാലും ഒരുപക്ഷെ കേന്ദ്ര സഹമന്ത്രിയാക്കാം. അല്ല, അത് പെട്ടെന്ന് അങ്ങനെ റിസ്കിലേക്ക് സാധ്യതയില്ല. അൻവറിൻ്റെ ക്രെഡിബിലിറ്റി അൻവർ നശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. B.J.P. വളരെ, ഞാൻ ഇപ്പം പരിശോധിച്ചപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും, കോർപ്പറേഷനുകളിലും ബാക്കിയുള്ളിടത്തും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, വനിതാ കാൻഡിഡേറ്റ്സ് ഉണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ പഞ്ചായത്തിലേക്ക്, കോർപ്പറേഷനിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ട് B.J.P.യുടെ. ഇപ്പോൾ B.J.P.യുമായിട്ടുള്ള ഒരു അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു അതുവരെ. ഇതൊരു ഹൈന്ദവ തീവ്രവാദ പാർട്ടിയാണ് എന്ന ഇമേജ് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ കുറേ കാലമായിട്ട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുളാപ്പികളുടെ കൈവെട്ടും കാലുവെട്ടും ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമോഫോബിയ, പിന്നെ 1 ചാനലും. B.J.P.യുടെ ഐശ്വര്യം എന്ന് പറയുന്നത് 1 ചാനലും സുളാപ്പികളുമാണ്, പോപ്പുലർ ഫ്രണ്ടുമാണ്. കാരണം അവരാണ് B.J.P.ക്ക് കേരളത്തിൽ വിത്ത് വിതയ്ക്കാൻ പറ്റുന്ന രീതിയിൽ മണ്ണ് ഉഴുതു മറിച്ചിട്ട് കൊടുത്തു. എനിക്കൊന്ന് അവരാണ് ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥികളെ B.J.P.ക്ക് സമ്മാനിച്ചത്. സത്യത്തിൽ ഇത് ED വരെ കയ്യിലാകുമ്പോൾ ED അന്വേഷിച്ചൊന്നും പോകത്തില്ലല്ലോ. 1 ചാനലിൻ്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ EDക്ക് അറിയാനായിട്ടാണ് 1 ചാനൽ പ്രവർത്തിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ജനം TV എടുക്കുന്നതിനേക്കാളും നല്ല പണി 1 ചാനൽ എടുക്കുന്നില്ലേ?
ജനൻ ടി വി കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മുക്കാൽ വൺ ചാനലിനെ കാണുന്നുണ്ട്. ജനൻ ടി വിയിലെ ഈ നമ്പ്യാരെ ആരെങ്കിലും അറിയുമോ? ജനൻ ടി വിയിലെ നമ്പ്യാരെ ആൾക്കാർ അറിയുന്ന മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിലല്ല. പണ്ട് ശോഭന ജോർജിൻ്റെ കൂടെ വ്യാജരേഖ കേസിൽ പെട്ടുന്നതിൻ്റെ പേരിൽ, അല്ലാതെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്പ്യാരെ അറിയത്തുമില്ല. നമ്പ്യാർ അങ്ങനെ വലിയ മാധ്യമപ്രവർത്തകനാണെന്ന് തൊട്ട് നമ്മൾ ആരും കരുതുന്നു. സൂര്യ ടി വിയിൽ വാർത്ത വായിച്ചു അല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തു, ആങ്കർ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഡിബേറ്റ് പോലും കണ്ടക്ട് ചെയ്യുന്നതിനകത്ത് അത്ര വലിയ ലെവലൊന്നുമില്ല, റേഞ്ചൊന്നുമില്ല. അപ്പം നമ്പ്യാരെ അറിയുന്നത് കെ വി തോമസിനെ പിന്നീട് കുത്താൻ വേണ്ടി ശോഭന ജോർജിന് മന്ത്രിയാവാൻ വേണ്ടി വ്യാജരേഖ കേസിൽ ശോഭന ജോർജിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ആളാണ് അനിൽ നമ്പ്യാർ. അതാണ് അത്. അപ്പം ജനൻ ടി വിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പണി വളരെ കൃത്യമായിട്ട്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം കൈരളി ചാനലിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് ഒന്നുമില്ല കാര്യമായിട്ട്. കൈരളി ചാനലിനകത്ത് അതിനകത്ത് ഒരു ഈ ഡിബേറ്റ് ആങ്കർ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പേര് പോലും ആർക്കും അറിയത്തില്ല. ആ ചേട്ടൻ ഇരുന്നിട്ട് മസിലും പിടിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു. ജോൺ പട്ടാസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ എബ്രാമത്തി ചില പരിപാടികളൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചേട്ടൻ ഡിബേറ്റ് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പേരറിയുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ? ശരത്തിനെ എല്ലാവർക്കും അറിയാം കേട്ടോ. ശരത്തിനെ അറിയാം. ഞാൻ പറഞ്ഞ വേറെ ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൈരളി ടി വി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ CPM അനുകൂലമായിട്ടുള്ള പണിയെടുക്കുന്ന ആരാ? റിപ്പോർട്ടർ ചാനലാ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് ഇപ്പുറത്തുള്ളത്. ജനൻ ടി വി എടുക്കുന്നതിനേക്കാൾ നല്ല പണി BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ണൊരുക്കുന്നതിൽ മുക്കാൽ വൺ ചാനലും ദാവൂദും കൂടെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടോ BJP എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ RSS എന്ന് പറയുന്ന ചില്ലറ സാധനമൊന്നുമല്ല. ഈ നാഗ്പൂരിൽ ഇരിക്കുന്നവന്മാരെ തലച്ചോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തെ ജൂതന്മാരെ തലച്ചോറിനേക്കാളും അപ്പുറമാണ് അവർക്ക്. ബാക്കിയുള്ള പണിയൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിനകത്ത്. കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കളാരാ? അവരവിടെ ഇരുന്ന് വർഗീയത പറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാരാ? ഇവിടെ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടായി, അതിൻ്റെ ഗുണഭോക്താക്കളാരാ? ഇവരാ. പിന്നെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറഞ്ഞാൽ സുന്നികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുന്നികൾക്കും ഇവർ പറയുന്നതിനോട് എതിർപ്പാണ് വരുന്നത്. കാരണം സുന്നികൾ പൊതുവെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം തിരുവനന്തപുരത്ത് അവർ തുടക്കം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു. UDFൻ്റെ ഗംഭീരമായിട്ടുള്ള തുടക്കം, ഏറ്റവും നല്ല തുടക്കം തന്നെയായിരുന്നു. കാരണം ശബരിയെ പോലുള്ള ഫേസ് മുമ്പിൽ വെച്ചു. പക്ഷേ ശബരി മേയറാവാൻ പോകുന്നില്ല, അതിനകത്ത് സംശയമൊന്നുമില്ല. ശബരി ഒരു ആരോപണവും ഉന്നയിക്കാൻ പറ്റാത്തൊരു ചെറുപ്പക്കാരനാണ്. UDF അധികാരത്തിൽ വന്നാൽ ഇവന്മാർ തമ്മി കളിച്ചിട്ട് അധികാരത്തിൽ വരുമോ എന്നൊക്കെയുള്ള മൂന്നാം വട്ടവും പിണറായി വരാനുള്ള സാധ്യതയാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത്. കാരണം ഇപ്പോഴും മറ്റവനെന്തായും കൊണ്ട് നടക്കുകയാണല്ലോ. ഇതുവരെ പുറത്താക്കിയോ എന്ന് വെച്ചാൽ പുറത്താക്കി നടപടി എടുത്തോ എന്ന് വെച്ചാൽ എടുത്തില്ലേന്ന് വെച്ചാൽ എടുത്തില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. ഈ കവടിയാറിലെ ശബരിനാഥന് വളരെ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കേട്ടോ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ പ്രാദേശിക ലേഖകരുമായിട്ട് നമ്മളവിടെ സംസാരിക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്വീകാര്യത ശബരിനാഥന് കവടിയാർ ഭാഗത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം ശബരി അതേപോലെ ചാണ്ടി ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കേരളത്തിൽ എവിടെയും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാവുന്ന, കേരളത്തിൽ എവിടെയും കൊണ്ടേ നിർത്താം. മട്ടന്നൂരും ധർമ്മടവും ഒക്കെ പോലുള്ള കോട്ടകൾ ഒഴിച്ച് കേരളത്തിൽ ഏത് ഫൈറ്റിംഗ് സീറ്റിലും കൊണ്ടേ നിർത്താൻ പറ്റുന്ന ആൾക്കാരവർ. കാരണം അവർ വിൻ ചെയ്യും. കാരണം അവർക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം പറയാൻ പറ്റുമോ? ഒരു അഹങ്കാരം കാണിക്കാറുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ശബരിയെ ഡിവിഷനിലേക്ക് നിർത്തി അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ശബരിയെ നിയമസഭയിലേക്ക് തന്നെയാണ് കൊണ്ടുവരേണ്ടത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ചാണ്ടിയും ശബരിയും സിദ്ദിഖും ഒക്കെ മന്ത്രിമാരാവേണ്ടവരാ. ആ മന്ത്രിസഭയ്ക്കകത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തപ്പെടേണ്ടവരാണ് അവരൊക്കെ. അങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരുണ്ട്. അവരങ്ങനെ വരണ്ടേ. UDF വരുന്ന കാര്യവും വരാത്ത കാര്യമൊക്കെ പിന്നത്തേത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് സംശയം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അത് മിക്കവാറും മുസ്ലിം ലീഗ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അവർക്ക് ഇവരെക്കാൾ കൂടുതൽ MLA-മാരുണ്ടാവുന്നത്. പ്രാവശ്യം അങ്ങനെ 23 അംഗത്തിലെ 23 എന്നുള്ള സംഖ്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ച് ഈ ഒരു BJPയുടെ ഒരു ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം BJPയിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസിനെ കുറിച്ച് പറയാതെ, കാരണം കോൺഗ്രസിൻ്റെ വിടവ് സൃഷ്ടിക്കുന്ന സ്പേസിലാണ് BJP ഇടിച്ചു കയറുന്നത്. കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പം കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അവസാനം നോക്കുമ്പോൾ വോട്ടില്ല. ഇമാതിരി പൊട്ടന്മാരാണ്. ഇപ്പം അടൂർ മുനിസിപ്പാലിറ്റിക്കകത്തേക്ക് പലയിടത്തും നിർത്തിയിട്ടുള്ളത് മാങ്കൂട്ടത്തിൽ ഫാൻസിനെയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് നിർത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒന്ന് നിർത്തിയേക്കുന്നത് ഒരു BDSൻ്റെ ആളുടെ ഭാര്യയാണ്, മാങ്കൂട്ടത്തിൻ്റെ കക്ഷിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് പള്ളിക്കൽ ഡിവിഷൻ തൂക്കോ ഉറപ്പായിട്ടും. അടൂർ മുനിസിപ്പാലിറ്റി ചിലപ്പം അതായത് BJP CPM തമ്മിൽ അവിടെ മത്സരം നടക്കാൻ പോകുന്നത്. അടൂർ മുനിസിപ്പാലിറ്റിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPM തമ്മിലാണ്. ഒരു പക്ഷേ ഫോട്ടോ ഫിനിഷിങ്ങിൽ BJP കയറിക്കൊള്ളാനുള്ള സാധ്യതയുണ്ട് അവിടെ. തൃശ്ശൂർ കോർപ്പറേഷനിൽ
കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ മുഴുവൻ സീറ്റ് വെച്ചോടായിരുന്നു. അതെ, സീറ്റ് കച്ചവടമായിരുന്നു. കൊടുങ്ങല്ലൂരെ അവസ്ഥ. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്, വിവിധ മുനിസിപ്പാലിറ്റികളിലുണ്ട്, പഞ്ചായത്തുകളിലുണ്ട്, ഇരിങ്ങാലക്കുടയിലുണ്ട്, ഒക്കെ ഉണ്ട് പ്രശ്നമുണ്ട് അവിടെയൊക്കെ. അല്ല, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം CPI LDF 22 സീറ്റും BJPക്ക് 21 സീറ്റ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിനായിട്ട് 1 സീറ്റാണ്. 1 സീറ്റ് എവിടെ എത്തിയെന്ന് ആലോചിക്കണം. അതായത് 5% സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. പ്രധാനപ്പെട്ട പാർട്ടിയാണ്, കേരളത്തിലെ 2ാമത്തെ വലിയ പാർട്ടിയാണ്. അതാലോചിച്ച് നോക്കണം. ഇപ്പോൾ കേരളത്തിലെ 2ാമത്തെ വലിയ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ BJP ആയി മാറുന്നു. അവിടെ ഉണ്ട്, അവിടെയാണ് സ്ഥിതി വരുന്നത്. കാരണം BJP എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികളുടെ ബലത്തിലല്ല നിൽക്കുന്നത്. NDA എന്ന് പറയുന്നത് ചുമ്മാ പേരിന് തുഷാർ വെള്ളാപ്പള്ളിയെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ആ പാവത്തിൻ്റെ കയ്യിലെ പൈസയും പോകും, അപ്പനുണ്ടാക്കിയ പൈസ എല്ലാം കൂടെ അങ്ങനെ പോകും. പിന്നെ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതരട്ട പാർട്ടി ബേസിൽ നിന്നിട്ടാണ് അങ്ങനെയുള്ളത്. പിന്നെ CPM-നെ ഉള്ളൂ. CPM-ന് മുന്നണി ഘടകകക്ഷികൾ എന്നൊക്കെ പറയുന്ന പേരിന് കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പിന്നീട് എന്ത് UDF-ആ? അങ്ങനെയുണ്ട്. അപ്പം കോൺഗ്രസ് ഇപ്പം 3ാം സ്ഥാനത്തെ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണക്കാരാരാന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് നേതാക്കന്മാരാണ്. കരുണാകരനെ പോലെയും ഉമ്മൻചാണ്ടിയെ പോലെയും ഒക്കെയുള്ള നേതാക്കന്മാർ നയിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. ഇപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിലേക്ക് BJPയുടെ സീറ്റുകളുടെ എണ്ണം കൂടും, ഒരു സംശയമില്ലല്ലോ. സ്ഥാനാർത്ഥികളാവാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മത്സരമായിരുന്നു. ആ കൂട്ടത്തിൽ BJPക്കകത്ത് ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന മൊത്തം സ്ഥാനാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ജയിക്കുന്ന ചിന്നാദേവി കുഞ്ഞമ്മയെ പോലുള്ള രാഷ്ട്രീയ നെറുകേട് കാണിച്ചൊരു വ്യക്തി. 2 R ശ്രീലേഖ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അവരൊക്കെ തോക്കേണ്ടവരാ. അവരൊന്നും ഒരിക്കലും ഒരു പിന്നെ പൊളിറ്റിക്സിലെ വരാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളൂ. അത് വേറെ കാര്യം. പക്ഷേ ചിലപ്പോൾ അവർ പോലും ജയിച്ചു പോകും. കാരണം ജനങ്ങളുടെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ പറയുക രാജൻ ഭായി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ശ്രീ അനൂപ് ആന്റണി, ഷോൺ ജോർജ്, ഈ പറയുന്ന K സുരേന്ദ്രൻ വരെ ഇപ്പോൾ ഇവരുടെ കൂടെ ഉണ്ട്, ശോഭാ സുരേന്ദ്രൻ, ഇവരെല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടീം വർക്ക് പോലെ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. അവിടെ സംശയമല്ല ഞാൻ പറഞ്ഞു. അതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിനകത്തുള്ളത് സിബി പറഞ്ഞ പോലെ തന്നെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, CPM-നകത്തുള്ളവർ. പക്ഷേ അവർ തമ്മിൽ പരസ്യമായ സംവാദങ്ങൾ ഉണ്ടാവുന്നില്ല. അവരുടെ പാർട്ടി ഫോറങ്ങളിലാണ് പറയുന്നത്. അവർക്കിടയിൽ തൊഴുത്തിൽ കുത്തെന്ന് പറയുന്നത് പ്രകടമാകുന്നില്ല. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ അനൂപ് ആന്റണി, ഷോൺ ജോർജ്, അത് മാത്രമല്ല 2 പേരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാ. അവരിവരെ ഫേസായിട്ടാണ് മാറുന്നത്. രാജീവ് ചന്ദ്രശേഖർ പോലും മുമ്പിലേക്ക് നിൽക്കുന്നില്ല, ഇവരെയാണ് മുമ്പിൽ നിർത്തുന്നത്. അതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി. കാരണം ഈ പ്രാവശ്യം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് RSS ഇവരെ കൈവിട്ട അവസ്ഥയിലായിരുന്നു. എന്തെങ്കിലും ആയിക്കോ എന്നുള്ള മട്ടിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആ സമീപനം സ്വീകരിച്ച്. പക്ഷേ ഇപ്പോൾ RSS കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ലൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയും ഇലക്ഷൻ എഞ്ചിനീയറിങ്ങും അവർ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അനൂപ് ആന്റണി, ഷോൺ ജോർജ്, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഒരു സൈലൻ്റ് അച്ചീവറാണ്, കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. വേണ്ട ചെറുപ്പക്കാരായിട്ടുള്ള നമ്മളെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ ഇവരെ BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണ, സന്ദീപ് വചസ്പതി, ശങ്കൂട്ടി ദാസ്, അതേപോലെ തന്നെ ഇപ്പോൾ K സുരേന്ദ്രനാണെങ്കിലും ഒക്കെ എല്ലാവരും അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാവം സുരേഷ് ഗോപി പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ട് പിച്ചും മാന്തും കൊഞ്ഞനം കുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പിള്ളേർ പറയുന്ന പോലെ ഒരു സിനിമയാകുമ്പോൾ ആക്ഷനും കോമഡി എല്ലാം വേണ്ടേ? അല്ല, അത് പോട്ടെ, അത് പിന്നെ ആ പാവത്തിനെ വിട്ടുകളാം. ആ പാവത്തിന് അത്രയൊക്കെ പറ്റുള്ളൂ, റേഞ്ചുള്ളൂ. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള റേഞ്ചുള്ള ആളെ പിടിച്ചിട്ട് കേന്ദ്രമന്ത്രിയാക്കി എന്നുള്ളതാണ്. അത് മെല്ലെ ക്യാബിനറ്റിൽ നിന്ന് മാറ്റിക്കൊള്ളു. അതായത് അൽഫോൺസ് കണ്ണന്താനത്തിന് 2 വർഷം ടൈം കൊടുത്ത പോലെ പാവത്തിന് ടൈം കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആള് സത്യസന്ധന, ശുദ്ധഹൃദയനാ. പക്ഷെ ബുദ്ധി എന്ന് പറയുന്ന സാധനം വില കൊടുത്ത് മേടിക്കാൻ കിട്ടുന്നതല്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറ്റിപ്പോകുന്ന ചില കുഴപ്പങ്ങളാണ്. ബാക്കിയുള്ള ആരെയും വായിന്ന് ഒരു വിടുവായത്രം പോലും വരുന്നില്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിച്ചു നോക്കണം സിബി. അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പുറത്തേക്ക് പറയുന്നത് ഏകാഭിപ്രായമാണ്. അവിടെയാണ് ഒരു പാർട്ടി സംഘടന എന്ന് പറയുന്ന രീതിയിൽ നിൽക്കേണ്ടത്. ഈ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് നിയമസഭാ മത്സരമാണ്. അത് UDF LDF തമ്മിൽ തന്നെയാണ്. അവിടെയും BJP വലിയൊരു ഫാക്ടറാണ്, അവർ പിടിക്കുന്ന സീറ്റുകൾ. ഇപ്പം സെമി ഫൈനലിനകത്ത് BJP വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും. പല പഞ്ചായത്തുകളിലും UDF-നാണെങ്കിലും LDF-നാണെങ്കിലും പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമെങ്കിലും ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഇവരുമായിട്ട് UDF-ഉം LDF-ഉം പല പഞ്ചായത്തിലും അലയൻസ് ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് കേരള രാഷ്ട്രീയം പോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അലയൻസ്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവർ വിട്ടു നിൽക്കണം, അല്ലെങ്കിൽ ഇവർ വിട്ട് നിൽക്കത്തില്ല. നോക്കിയോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റുമാരായിരിക്കും ഈ മറ്റേ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരുന്നത്. പക്ഷേ ബാക്കിയുള്ള ക്ഷേമകാര്യവും വികസനകാര്യവും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആകെ 2 മെമ്പർമാരേ ഉള്ളെങ്കിലും അവർ പറയാം 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ ചിത്രം മാറി. പിന്നെ ഇവരുമായിട്ട് മുന്നണി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല.
LDFനും ഒരുപായിട്ട് മുന്നണി ഉണ്ടാക്കേണ്ടി വരും, UDF ഒരുപായിട്ട് മുന്നണി ഉണ്ടാക്കേണ്ടി വരും. കേരളത്തിൽ ഒരു 10-200 പഞ്ചായത്തിലെങ്കിലും അതേപോലെ തന്നെ ഒരു 10-20 മുനിസിപ്പാലിറ്റികളിലും ചില കോർപ്പറേഷനുകളിലും BJPയുമായിട്ട് മുന്നണി ഉണ്ടാക്കേണ്ട ഗതികേട്ടിലേക്ക് UDFും LDFും പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ BJP വിരുദ്ധത പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അൺടച്ചബിലിറ്റി മാറിക്കിട്ടി, ആ അസ്പർശ്യത മാറിക്കിട്ടി. അത് മാറിക്കിട്ടുക എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വീകാര്യത വർദ്ധിച്ചു. പിന്നെ ഇവർ മുഖ്യധാരയിൽ വെറുക്കപ്പെട്ടവരാവുന്നില്ല. അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ആ അൺടച്ചബിലിറ്റി മാറിക്കിട്ടുക, അവർക്ക് ഇക്കാലം വരെ കൽപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ ഐത്തത്തിൽ നിന്ന് മോചിതരാകുക എന്നുള്ളതാണ്. കൊല്ലം കോർപ്പറേഷനിൽ അവർ കുറേ സീറ്റുകൾ പിടിക്കാൻ പോവുകയാണ്. കൊല്ലത്ത് കോഴിക്കോട് പിടിക്കും. കാസർഗോഡ് ജില്ലയിൽ പിന്നെ അവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനകത്ത് പല സീറ്റുകളും അവർ പിടിക്കും. അപ്പോൾ ആന്തൂർ മുനിസിപ്പാലിറ്റി CPMന് മാത്രം മെമ്പർമാരുള്ള നമ്മളെ MP ഗോവിന്ദ മാസ്റ്റർ ഭാര്യ PK ശ്യാമള ചെയർമാനായിരുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് 1-2 സീറ്റിൽ BJP ജയിച്ചേക്കാം എന്നുള്ള ഒരു സ്ഥിതി എത്തുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടുകൾ ഒന്നായിട്ട് UDFിലേക്കാണ് പോയത്. അതെന്താണെന്ന് വെച്ചാൽ ആൻറ്റി CPM എന്നുള്ള ലെവലിലാണ്. K സുധാകരനും ഷാഫി പറമ്പലിനും വരെ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂര്, കാസർഗോഡൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്രമ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് അവരും തമ്മിലുള്ള ശത്രുതയുടെ ഭാഗമായിട്ട്. പക്ഷേ ആ വോട്ടുകൾ ഇപ്പുറത്തേക്ക് വരും. കാരണം വിജയപ്രതീക്ഷ വരുന്ന സമയത്ത് സ്വന്തം പെട്ടിയിൽ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ശത്രു ആരാണോ അവനെ തോപ്പിക്കാൻ മറ്റേ ശത്രുവിനങ്ങ് വോട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിനകത്തിന് മാറ്റം വരും. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയാണ്. മലപ്പുറം ജില്ലയ്ക്കകത്ത് താനൂര്, അതേപോലെ തന്നെ പൊന്നാനി തുടങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലും, വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് BJP പല സീറ്റുകൾ പിടിക്കാൻ പോവുക. നിലമ്പൂർ മണ്ഡലത്തിൽ ചില സീറ്റുകൾ പിടിക്കാൻ പോവുകയാണ്. വടിക്കടവ് പഞ്ചായത്ത് എന്ന് പറയും. വടിക്കടവ് പഞ്ചായത്തിനകത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെ സീറ്റ് പിടിക്കാൻ പോവുകയാണ്. അവിടേക്ക് ഒരു വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നൊരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള വർക്ക് നടത്തുന്നുണ്ട്. ആ വർക്ക് നടത്തുന്നത് വിസിബിൾ അല്ല. മറ്റൊരു നോക്കുമ്പോൾ ഇവർ പണിയെടുക്കുന്നില്ല, ഞങ്ങളങ്ങ് ജയിച്ചോളൂ എന്നുള്ളത്. പിന്നെ ഈ ഇളിച്ച് കാണിച്ചു കഴിഞ്ഞ്, കയ്യും വീശി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ വോട്ട് ചെയ്യുന്നുള്ളതൊക്കെ മറ്റവരങ്ങനല്ല. സമയമെടുത്ത് പോയി വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് ആലങ്കാരികതകളൊന്നുമില്ലാതെ, ഔപചാരികതകളില്ലാതെ ഒരു കുടുംബാംഗത്തെ പോലെ ഇടപെട്ടിട്ടുള്ള വോട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ്, ക്യാമ്പയിനാണ്. അത് മേളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, സംസ്ഥാനമല്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖരോ K സുരേന്ദ്രനോ V മുരളീധരനോ അല്ല ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നത്. ഈവൻ BL സന്തോഷ് പോലും അല്ല. അതിൻ്റെ സ്ട്രാറ്റജി നാഗ്പൂരിൽ നിന്നാണ് വന്നത്. അതേപോലെ തന്നെ അവരിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇതിനായിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം യുവമുഖങ്ങളാണ്. ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ളൊരു മുഴുവൻ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രഫുൽ കൃഷ്ണ, സന്ദീപ് വാചസ്പതി, രശ്മിൽനാഥ് തുടങ്ങിയിട്ടുള്ള മൊത്തം, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി തുടങ്ങിയിട്ടുള്ള ഈ ചെറുപ്പക്കാർക്ക് പരിപൂർണമായ അവരുടെ ബാക്ക് ബോണായിട്ട് ലീഡർഷിപ്പ് നിൽക്കുകയും ഇവരെ വെച്ച് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഒക്കെ ചെയ്യുകയും അവരെ കൃത്യമായ ചുമതലകൾ വിഭജിച്ച് നൽകുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കണ്ടമാന സ്ഥാനാർത്ഥികളുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരുപാട് സ്ഥാനാർത്ഥികൾ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. വനിതാ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരജീവിയാണ് എന്ന പൊതുധാരണയിൽ മാറ്റം വരുന്നു. 2, ഇലക്ഷന് ശേഷം പലയിടത്തും പക്ഷീയമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും കിട്ടാത്ത സ്ഥലത്ത് കൈ കൊടുക്കേണ്ടി വരും. അതൊരു ഗോൾഡൻ ഷേക്ക് ഹാൻഡാണ്. അങ്ങനെ കൈ കൊടുക്കേണ്ടി വരുമ്പം പിന്നെ BJPയെ പിന്നെ ഇവർക്ക് എതിർക്കാൻ പറ്റുമോ? BJP ആയിട്ട് മുന്നണി ഉണ്ടാക്കുന്നു, കോൺഗ്രസ് മുന്നണി ഉണ്ടാക്കുന്നു. വർഗീയ പാർട്ടിയാണെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. BJP ആയിട്ട് ഇപ്പം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറയാൻ പറ്റാത്ത അതേ അവസ്ഥയിലെത്തി. കോൺഗ്രസിൻ്റെ മുന്നണിയിലുണ്ട്, അവർക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. BJP ആയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കുകയാണ്. BJP ആയിട്ട് ഇടതുപക്ഷം പണ്ട് മുന്നണി ഉണ്ടാക്കിയിട്ടില്ലേ? BP സിംഗ് പ്രധാനമന്ത്രിയായിട്ട് വരുന്ന ആ തെരഞ്ഞെടുപ്പിനകത്ത്, 89-ലെ തെരഞ്ഞെടുപ്പിനകത്ത് BP സിംഗ് പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ BP സിംഗ് സർക്കാരിനെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയാണ് BJPയും CPM ഒക്കെ. അത് അവരുടെ കൂട്ടായ കൊച്ചാ. ഏത് ഞാൻ പറഞ്ഞ ബയോളജിക്കലി അല്ല പറഞ്ഞത്, മറ്റേ ഇപ്പം സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ബയോളജിക്കലി തന്നെയല്ല പറഞ്ഞത്. പക്ഷേ ഇവർക്ക് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആണ്. അവരെല്ലാവരുടെയും കൂടെ കൊച്ചാണ്. 2 UPA സർക്കാരുമാർ തന്നെ. 2 UPA സർക്കാർ പിന്നെ BJPക്ക് അവിടെ CPM കോൺഗ്രസുമായിട്ടാണ്. BJPക്കാരനായ ഒരാൾ, അതായത് ഞാനും CPM ഒരുമിച്ച് ഒരാൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ള, ഞാനും CPM ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുള്ളതാണ്. അപ്പം അത് മനുഷ്യൻ മറന്നുപോയ കാര്യമായിരുന്നു. പക്ഷേ ഇത്തവണ പ്രാദേശിക തലത്തിൽ ഇങ്ങനത്തെ നീക്കുപോക്കുകളിലേക്ക് പോകുമ്പോൾ പ്രസിഡന്റ് CPM, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BJP, പ്രസിഡന്റ് കോൺഗ്രസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BJP എന്ന് വന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ചിത്രം മാറാൻ പോവുകയാണ്. BJPയുടെ നല്ല ഭാവി തെളിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇവന്മാർ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും കാരണം മാരാർജി ഭവനിൽ ഇനി കൂടോത്രം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും കോൺഗ്രസിനകത്തെ ഇത്തരം ചില വൃത്തികെട്ടവന്മാർ, പ്രത്യേകിച്ചും ഈ രണ്ട് യുവ നേതാക്കന്മാർ BJPയുടെ ഐശ്വര്യമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്.